കൊടിമരം കേസ് സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കും. SIU DYSP CS ഹരി അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഘത്തിൽ 3 ഇൻസ്പെക്ടർമാരും ഉൾപ്പെടും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഇപ്പോൾ വലിയ തിരിമറികളുടെ വിവരങ്ങളൊക്കെ പുറത്തുവരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വിജിലൻസിലേക്ക് അന്വേഷണം എത്തുകയാണ്. ആരുടെ നേതൃത്വത്തിൽ എങ്ങനെയായിരിക്കും അന്വേഷണം നടക്കുക? അക്ഷയ, സംസ്ഥാന വിജിലൻസ് അന്വേഷണം കൊടിമരവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുത്തു. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ്, അതായത് സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 DYSP CS ഹരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇതുകൂടാതെ 3 ഇൻസ്പെക്ടർമാരെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേരുകൾ ഇങ്ങനെയാണ്. അതായത് 3 ഇൻസ്പെക്ടർമാരാണ് സംഘത്തിലുള്ളത്. അതിൽ സജി ശങ്കർ, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ SIU 1 തിരുവനന്തപുരം യൂണിറ്റിലെ സജി ശങ്കർ, ഇൻസ്പെക്ടർ സജി ശങ്കർ, രാജേഷ് കുമാർ R, അജിജി നാഥ് സൗത്ത് റേഞ്ച് ഇൻസ്പെക്ടറാണ്. അതിനൊപ്പം തന്നെ സൗത്ത് റേഞ്ച് SPക്കാണ് ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതല. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമാണ് ഈ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷണം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവിട്ടത്. അതായത് 2017 കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റ് വിജിലൻസ് നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം 4 സംഘത്തെ 4 ഉദ്യോഗസ്ഥരുടെ സംഘത്തെ ഈ പ്രാഥമിക അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 DYSP ഹരി CS ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതിനൊപ്പം തന്നെ അദ്ദേഹത്തെ ഉദ്യോഗസ്ഥനെ അസിസ്റ്റ് ചെയ്യാൻ 3 ഇൻസ്പെക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സജി ശങ്കർ, രാജേഷ് കുമാർ, പത്തനംതിട്ട യൂണിറ്റിലെ രാജേഷ് കുമാർ, അതുപോലെ തന്നെ സൗത്ത് റേഞ്ചിലെ അജിജി നാഥ്, അങ്ങനെ 3 ഇൻസ്പെക്ടർമാരാണ് ഈ സംഘത്തിൽ ഉള്ളത്. സൗത്ത് റേഞ്ച് SPക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. ഏതായാലും കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണത്തിന് സ്കോപ്പുണ്ട്. അതായത് ചില നിയമലംഘനങ്ങൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്വർണത്തിന്റെ കൃത്യമായ കണക്കുകൾ ഇല്ല എന്നും കാണുന്നുണ്ട് എന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് വിജിലൻസിന്റെ അന്വേഷണത്തിന് ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത്. ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നു സ്റ്റേറ്റ് വിജിലൻസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. 30 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനന്തൻ, ഇതിലിപ്പോൾ രാഷ്ട്രീയപരമായി കൂടി കേസിനെ സമീപിക്കും. അതായത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിൽ പോലും ഏതൊരു കുഞ്ഞുകുട്ടിക്ക് തുടങ്ങി ഏതൊരാൾക്കും ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ആ പാട്ടിലൂടെ കുറെ കാര്യങ്ങളാണ് അറിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പോറ്റി, അതായത് ഈ കൊടിമരത്തിൽ ഉൾപ്പെടെ പോറ്റി സ്പോൺസർ ആയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അജയ് തറയിൽ ഇതിനെ പൂർണ്ണമായും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിന് എനിക്ക് തോന്നുന്നു ബോർഡിനെ പറ്റിയുള്ള വിവരങ്ങളും ഹൈക്കോടതിയുടെ ഉത്തരവിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് രാഷ്ട്രീയപരമായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു, ദ്രുതഗതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏത് തലത്തിലേക്ക് ചർച്ചകൾ ചെന്നെത്തും? തീർച്ചയായിട്ടും അക്ഷയ, നിലവിൽ ദേവസ്വം വിജിലൻസ് ആണ് ഈ ശബരിമല കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള, ഈ ദ്വാരപാലക പാളികൾ, കട്ടളപ്പാളികളുടെയൊക്കെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾക്കിടയിലാണ്, ചർച്ചകൾക്കിടയിലാണ് കൊടിമരം 2017 മാറ്റുന്ന സാഹചര്യം, അതിലേക്ക് നയിച്ച ദേവപ്രശ്നം, അതിനുശേഷം ആ കൊടിമരം അഴിച്ചുമാറ്റി പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ പഴയ കൊടിമരത്തിലെ വാജിവാഹനം അത് തന്ത്രിക്ക് കൈമാറി എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ ഉയർന്നത്. അപ്പോൾ ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അങ്ങനെയെങ്കിൽ 2017 കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ക്രമക്കേടുണ്ടോ എന്ന് അന്വേഷിച്ച് പ്രാഥമികമായി വിലയിരുത്താൻ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയത് ദേവസ്വം വിജിലൻസിനെയും ഒപ്പം തന്നെ SITയുമാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗവും നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ ഇന്നലെ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ആ ക്രമക്കേടുകൾ ആര് നടത്തി, എന്തിന് നടത്തി, എങ്ങനെ നടത്തി എന്നറിയാൻ വിശദമായ ഒരു അന്വേഷണം, SITയുടെ അന്വേഷണം എന്നാണ് ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്തത്. പക്ഷേ കോടതി SITയുടെ അന്വേഷണം വേണ്ട, അത് സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. അതിൽ പ്രധാനമായും ക്രമക്കേടായി ചൂണ്ടിക്കാണിച്ചിരുന്നത് നമ്മൾ 4 മണിക്ക് ആ റിപ്പോർട്ടിലെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിൽ അഭിഭാഷക കമ്മീഷണറായിരുന്ന ASP കുറുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട്
മറ്റു ഭക്തർ നൽകിയ സ്വർണം, അത് സെലിബ്രിറ്റികൾ അടക്കം നൽകിയ സ്വർണം ഏറ്റുവാങ്ങുകയും അത് രേഖപ്പെടുത്താതെ ദേവസ്വം തിരുവാഭരണം കമ്മീഷണർക്ക് കൈമാറിയെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ 27 പേർ സെലിബ്രിറ്റികൾ അടക്കം നൽകിയ സ്വർണത്തിന് കണക്കില്ല. ആ കണക്ക് കൂടി പരിശോധിച്ചാൽ മാത്രമേ കൊടിമരത്തിന്റെ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ വ്യക്തമാവുകയുള്ളൂ. അതിലെന്തെങ്കിലും ക്രമക്കേടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയൂ. നിലവിൽ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ വിജിലൻസിന്റെ പുതിയ ടീം, ആ ടീം ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്താണ് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് 27 പേർ സ്വർണം സമർപ്പിച്ച 27 പേരെ നേരിൽ കണ്ട് അവർ എത്ര സ്വർണം സമർപ്പിച്ചു എന്നൊക്കെ മൊഴി രേഖപ്പെടുത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 27 പേരെ കണ്ടെത്തി അവർ എത്ര സ്വർണം സമർപ്പിച്ചു എന്നതടക്കം അതിനുശേഷം കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ച് ക്രമക്കേടുണ്ടെങ്കിൽ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് 30 ദിവസത്തിനകം സമർപ്പിക്കണം. അതിൽ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ പിന്നീട് ഈ അഴിമതി നിരോധന നിയമം അടക്കം ചുമത്തിക്കൊണ്ട്, തെഫ്റ്റ് അടക്കം ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിലേക്ക് പോകാം എന്നാണ് ഹൈക്കോടതി ഇന്നലത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രമക്കേടുണ്ടോ ഇല്ലയോ എന്നറിയാൻ, അത് ആര് നടത്തി എന്നറിയാൻ, എത്ര സ്വർണം അതിനകത്ത് ക്രമക്കേടുണ്ട്, ആ സ്വർണത്തിൽ ക്രമക്കേടുണ്ട് എന്നറിയാൻ, അതിനാണ് ഈ പ്രാഥമിക അന്വേഷണം ഇപ്പോൾ വിജിലൻസ് നടത്തുന്നത്. അക്ഷയ.